അഭിവന്ദനായ അധ്യക്ഷൻ സഖാവ് സുരേഷ് കുറുപ്പ്, ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായ കലയുടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ കലാകാരന്മാരെ, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ മഹാപ്രതിഭകളെ, ബിച്ചു എക്സ് മലയിൽ പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും ഏറ്റവും മുതിർന്ന നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, CPIM-ന്റെ 23ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. ഏപ്രിൽ 10-നാണ് പാർട്ടി കോൺഗ്രസിന്റെ സമാപനം. കണ്ണൂർ എന്ന ഇന്ത്യയിൽ ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്ന ഒരു മണ്ണിൽ ആദ്യമായാണ് പാർട്ടി കോൺഗ്രസ് എത്തുന്നത്. അതിൻ്റെ മുന്നോടിയായി വളരെ ശ്രേണീബദ്ധമായി ചിട്ടയോടെ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനങ്ങൾ ഒന്നൊന്നായി നടന്നു വരികയാണ്. 13, 14, 15 തീയതികളിൽ കോട്ടയം ജില്ലാ സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായി ഇതുപോലെ അത്യുജ്വലമായ ഒരു സാംസ്കാരിക സദസ്സ് ഇവിടെ നടക്കുന്നു എന്നത് വലിയ പാരമ്പര്യമുള്ള കോട്ടയത്തിന് തീർത്തും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ സാംസ്കാരിക സദസ്സിന്റെ ഏറ്റവും വലിയ മഹത്വം എന്നത് ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന അത്രയും വിശിഷ്ടരായ കലാകാരന്മാരുടെ സാന്നിധ്യമാണ്. അവരെ പ്രത്യേകമായി പരിചയപ്പെടുത്തുകയും ഉപഹാരം നൽകുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആരെയെങ്കിലും കുറിച്ച് പരാമർശിക്കുകയോ ഇതുപോലൊരു സന്ദർഭത്തിൽ വിശദീകരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു നിരയുടെ പേരുകൾ വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. നവകേരളത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൻ്റെ കടന്നുവന്ന ഒരു നൂറ്റാണ്ടിൻ്റെ മുഴുവൻ സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ ഉള്ളടക്കങ്ങളെയും തുടിപ്പുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ നിരയാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഇതുപോലെ ഒരു വിഭാഗീയതയുമില്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ കലാമണ്ഡലങ്ങളിലെ ഈ വലിയ നക്ഷത്രങ്ങളെ ഇതുപോലെ ഒന്നിച്ചിരുത്താൻ കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനങ്ങൾ, കലാവതരണങ്ങൾ, കവിത, നാടകം, കഥാപ്രസംഗം, സംഗീത കച്ചേരികൾ, ഗാനമേളകൾ, ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ കലാവതരണങ്ങൾ നടക്കുന്നുണ്ടോ? സാംസ്കാരികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെ കുറിച്ചുള്ള സംവാദങ്ങൾ നടക്കുന്നുണ്ടോ? ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലോകത്തെങ്ങുമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും മഹാനായ മാർക്സ് ഓർമ്മിപ്പിക്കുന്നത് പോലെ നത്തിങ് ഹ്യൂമൻ ഈസ് എയിലിംഗ് ടു മീ എന്ന, മാനുഷികമായ ഒന്നും അന്യമല്ല എന്ന ഒരർത്ഥത്തിൽ എല്ലാ ജീവിത മണ്ഡലങ്ങളുടെയും ഒരു സമഗ്രതയാണ് രാഷ്ട്രീയം പോലും എന്ന അത്യുന്നതമായ ഒരു ആശയത്തിന്റെ ആവിഷ്കാരമാണ് ഇവിടെയും നടക്കുന്നത്.
വളരെ ദീർഘമായി സംസാരിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനമാണ്. ഞാൻ അധ്യക്ഷനോട് ചോദിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ തന്നെ ആയിരുന്നില്ലേ പഴയ പോലീസ് സ്റ്റേഷൻ എന്നാണ്. ഐക്യ കേരളം 1956 നവംബർ 1 ഒരു ഔദ്യോഗിക ഉത്തരവായിത്തീരുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായി കിടന്നിരുന്ന കേരളത്തെ ഒരുപക്ഷെ ഒന്നിപ്പിക്കുന്ന ഒരു സർക്കാർ ഉത്തരവിനപ്പുറത്തേക്ക് അതൊരു വലിയ സാംസ്കാരികമായ സംലയനമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ തെരുവോരങ്ങളിലും വയലേലകളിലും പാടി നടന്ന മഹത്തായ ഒരു ഗാനമുണ്ട്, ഐക്യ കേരള ഗാനം. അതിൻ്റെ വരികൾ, അതിൻ്റെ വാക്കുകൾ കുറിച്ച പി ഭാസ്കരൻ മാഷെ ലോക്കപ്പിലിട്ട് സ്വീകരിച്ച ഭരണകൂടം ആക്രമിച്ച ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് നാം ഈ സാംസ്കാരിക സമ്മേളനത്തിന് തുടക്കമിടുന്നത് എന്ന് നാം ഓർമ്മിക്കണം. പി കെ മേദിനി ചേച്ചി എന്ന 86 വയസ്സിൽ ഇപ്പോഴും തൻ്റെ പാട്ടുജീവിതം കൂടി തുടർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും കലയുടെയും സമുജ്വലമായൊരു വ്യക്തിത്വം, ഒരു സംയുക്ത വ്യക്തിത്വം, അച്യുത പാപ്പാളി എന്നൊക്കെ തുടങ്ങുന്ന ആ പ്രസിദ്ധമായ പാട്ടിന്റെ പേരിൽ 18 വയസ്സിൽ കവിളത്തടിയേറ്റ് തിണർത്ത മുഖവുമായി മുട്ടുകാലിൽ കുനിഞ്ഞിരുന്നത് നാം ഈ കൂടിയിരിക്കുന്ന മണ്ണിലാണ്. ഒരുപാട് സഹനങ്ങളിലൂടെയാണ്, ഒരുപാട് തീപ്പാതകളിലൂടെയാണ്, ഒരുപാട് മുറിവുകളിലൂടെയാണ് നാം ഐക്യകേരളത്തിലേക്ക് എത്തിയത്. ഐക്യകേരളത്തിൽ നിന്നും നവകേരളത്തിലേക്ക് കുതിക്കുന്നത്. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിൽ ഐക്യകേരളത്തിൻ കാഹളം മുഴക്കുവാൻ. നവം നവരണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമാ പുതിയ കേരളം മനോഹരം. ഇതിന്റെ വരികൾ പഴയ തലമുറകളുടെ ഹൃദയത്തിൽ നിന്ന് ഓളം വെട്ടുന്നുണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു. ഇതിനെക്കുറിച്ചാണ് അധ്യക്ഷൻ ചുരുക്കം വാക്കുകളിലൂടെയാണെങ്കിലും അത്യുജ്വലമായ ഒരു പ്രഭാഷണം ഇവിടെ നടത്തിയത്. നമ്മുടെ ജീവിതത്തെ, മനുഷ്യത്വത്തെ, ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് ആധാരമായ ചില മൂല്യങ്ങൾ, ജനാധിപത്യത്തിന്റെ, മതനിരപേക്ഷതയുടെ മഹാമൂല്യങ്ങൾ എങ്ങനെയാണ് ഉരുവം കൊണ്ടത്, അതിനെ എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനം, അദ്ദേഹം ഓർമ്മിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ദേശീയ കവി, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായ കവി രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കൽ ദേശീയതയെക്കുറിച്ച് എന്ന ഒരു ചെറുലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. വിശ്വമാനവികതയുടെ രത്നക്കല്ലുകൾ പകരം കൊടുത്ത് ദേശീയതയുടെ കുപ്പിച്ചില്ലുകൾ പകരം വാങ്ങാൻ ഞാനൊരു മഠയനല്ല എന്നാണ് നമ്മുടെ ദേശീയ കവി പറയുന്നത്. ദേശീയത ഒരു മാരണമാണ് എന്നാണ്. കവിയുടെ മനോഹരങ്ങളായ വാക്കുകളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ദേശീയത തന്നെ ഒരു മാരണമാണ് എന്ന് പറഞ്ഞയാളാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ദേശീയ കവിയാക്കി ശിക്ഷിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ 10-75 വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഭരണഭാരം ഏറ്റെടുത്തിട്ടുള്ള ശക്തികൾ ഭാവി ഭാരതത്തിന്റെ വിധാതാക്കളാണ് എന്ന് അവകാശപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇന്ത്യയുടെ ഈ അടിസ്ഥാന മൂല്യങ്ങളെ മുഴുവൻ തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്.
ഓരോ ദിവസം കഴിയുമ്പോഴും വെറുപ്പിന്റെയും പകയുടെയും പ്രത്യയശാസ്ത്രത്തെ ഊതി ഉണർത്തി അക്രമാസക്തമായ ഒരു സമൂഹമാക്കി, ആൾക്കൂട്ടത്തിന്റെ പ്രത്യയശാസ്ത്രം ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാക്കി ഇതിനെ അധപ്പതിപ്പിക്കുകയാണ്. ഇതല്ല ഇന്ത്യ. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച എല്ലാ സങ്കല്പങ്ങളിലും സാംസ്കാരികമായ ഒരു അടിസ്ഥാനമുണ്ട്. ഈ കേരളത്തിൽ പോലും നടന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും 1921 മഹാത്മാഗാന്ധിയുടെ മംഗലാപുരത്തേക്കുള്ള ആദ്യത്തെ സന്ദർശനം, നാളെയാണല്ലോ നമ്മൾ നാളിതുവരെയും കാത്ത നാനാഫല പൂർണ്ണ പുണ്യദിനം. വിദ്വാൻ പി കേളുനാരുടെ വരികളാണ്. കേരളം മുഴുവൻ ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാർ ഒന്നിച്ച് പാടി നടന്ന വരികളാണ്. നാളെയാണല്ലോ നമ്മൾ നാളിതുവരെ കാത്ത നാനാഫല പുണ്യ പൂർണ്ണ ദിനം എന്ന് 1928 പയ്യന്നൂരിലാണ് 4ാം രാഷ്ട്രീയ സമ്മേളനം നടന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ 4ാം രാഷ്ട്രീയ സമ്മേളനം 1928 മെയ് 25, 26, 27 തീയതികളിൽ. അതിന്റെ തൊട്ട് തലേവർഷമാണ് 1927 ചെന്നൈ സമ്മേളനം. രണ്ടിലും EMS പ്രതിനിധിയായിരുന്നില്ല. പക്ഷേ EMS അതിനെക്കുറിച്ചുള്ള ഒരു വലിയ താല്പര്യത്തോടെ അത് കാണാൻ ചെന്നിട്ടുണ്ട്. EMS തന്നെ എഴുതുന്നത്, ഏറ്റവും പിന്നിൽ അധികം ഉയരമില്ലാത്ത ഞാൻ കാലുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. ചെന്നൈ AICC 1927 നടക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ആലിന്റെ ചുവട്ടിൽ മറ്റൊരു സമ്മേളനം നടക്കുകയായിരുന്നു. ഈ കേരളത്തിലെ 1885 മുതൽ രൂപം കൊണ്ടുവന്ന് പറയപ്പെടുന്ന ആ മഹാപ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യക്ഷനെ നമ്മുടെ ഈ മൈതാനത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി ചെന്നിട്ട് ചരിത്രവും തൻ്റെ തന്നെ പാർട്ടിയുടെ അനുഭവങ്ങളും തറാപറ എന്ന് പഠിപ്പിക്കണം എന്നൊരവസ്ഥയിലാണ് ഇന്നുള്ളത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു മഹാനായ നേതാവ് അസുഖം ബാധിച്ചുകൊണ്ട് ചെന്നൈ AICC പങ്കെടുത്തില്ല. അത് സുഭാഷ് ചന്ദ്രബോസാണ്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ചട്ടം കെട്ടിയിരുന്നത് ചെന്നൈ AICC നടക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷ ക്ലിക്കിന്റെ സമ്മേളനം നടക്കണമെന്നാണ്. കെട്ടിയൊരുക്കി നിർത്തിയ ആ സമ്മേളന പന്തലിനും പുറത്ത് മരച്ചുവട്ടിൽ നടക്കുന്ന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് അത് കോൺഗ്രസ് സമ്മേളനമായിരുന്നില്ല, കോൺഗ്രസിലെ ഇടതുപക്ഷക്കാരുടെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ എഴുതിക്കൊടുത്ത ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ആ സമ്മേളനത്തിന്റെ തീരുമാനം ഇന്ത്യയിലെ കോൺഗ്രസിലെ ഇടതുപക്ഷ വിഭാഗത്തിന്റെ കൺവീനറായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തെരഞ്ഞെടുക്കുക എന്നാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, പ്രൊവിൻഷ്യൽ സമ്മേളനങ്ങൾ എവിടെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ചെന്നിട്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം അംഗീകരിപ്പിക്കുക എന്നതാണ്. 1928 മെയ് മാസം 25 മുതൽ 27 വരെ പയ്യന്നൂരിൽ നടന്ന സമ്മേളനത്തിലാണ് ആദ്യമായി ഈ കേരളത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അംഗീകരിക്കപ്പെടുന്നത്. പക്ഷേ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഇവിടെ എങ്ങുമല്ല, 1921 അഹമ്മദാബാദ് സമ്മേളനത്തിലാണ്. ഉറുദു ഭാഷ കണ്ട മഹാനായ കവി സൂഫി പണ്ഡിത വര്യൻ സയ്യിദ് ഹസ്രത്ത് മൊഹാനിയും കുമാരാനന്ദും ചേർന്നാണ് ഇന്ത്യയിൽ ആദ്യമായി, രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരാണ്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ലക്ഷ്യം എന്ന പ്രമേയം അവതരിപ്പിക്കുന്നത്. വല്ല കാരണവശാലും സയ്യിദ് ഹസ്രത്ത് മൊഹാനിയെ നമ്മൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, ഇൻകുലാബ് സിന്ദാബാദ് എന്നീ രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ച് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മഹാമുദ്രാവാക്യം സൃഷ്ടിച്ച മഹാനായ കവിയാണ്, ഉറുദു കവിയാണ് സയ്യിദ് ഹസ്രത്ത് മൊഹാനി. 1921 അഹമ്മദാബാദ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന പ്രമേയം അവതരിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ ദയനീയമായി അത് പരാജയപ്പെടുകയുണ്ടായി. അതിന്റെ പേരിൽ മാത്രം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ട് 1.5 വർഷമാണ് ഹസ്രത്ത് മൊഹാനിയെ തന്നെ തടവിലിട്ടത്. അതോടൊപ്പം അതിനെ പിന്തുണച്ചവരെയും.
നാം ഓർമ്മിക്കേണ്ടത് 28 പയ്യന്നൂർ സമ്മേളനം മെയ് 27 അവസാനിക്കുമ്പോൾ ഇപ്പോൾ പയ്യന്നൂർ ആശുപത്രിക്ക് തൊട്ട് പടിഞ്ഞാറുള്ള 6-7 ആളുകൾക്ക് ഇരിക്കാവുന്ന ആ മൈതാനിയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിനെതിരായി ആകെ 16 വോട്ടുകളെ ലഭിച്ചിട്ടുള്ളൂ. കെ മാധവനാർ അവതരിപ്പിച്ച പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം, കെ കേളപ്പൻ പിന്താങ്ങിയ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തിനെതിരായി മഞ്ചേരി രാമയ്യർ അവതരിപ്പിച്ച പുത്രികാ രാജ്യ പദവി പ്രമേയം, ഡൊമീനിയൻ പദവി മതി എന്ന പ്രമേയം, ഉപ്പിസാഹിബ് പിന്തുണച്ച ആ പ്രമേയത്തിന് 16 പേരുടെ പിന്തുണയാണ് കിട്ടിയത്. മഹാഭൂരിപക്ഷത്തോടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആശയം കോൺഗ്രസ് അതിൻ്റെ അജണ്ടയാക്കി മാറ്റുകയാണ്. നാം ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നെഹ്റുവിൻ്റെ പ്രസംഗം AICC രേഖകളിൽ ഇപ്പോഴും ഉണ്ട്. ജന്മിമാരിൽ നിന്ന് കൃഷിക്കാരും മുതലാളിമാരിൽ നിന്ന് തൊഴിലാളികളും പുരുഷാധിപത്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് സ്ത്രീകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ചങ്ങലകളെയും ഭേദിച്ചുകൊണ്ട് ശാസ്ത്രചിന്തയിൽ അധിഷ്ഠിതം, യുക്തിബോധത്താൽ പ്രചോദിതം പുതിയ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരമാണ് നാം തുടങ്ങാനിരിക്കുന്നത്. പൂർണ്ണ സ്വരാജാണ് നമ്മുടെ ലക്ഷ്യം. ഇൻകുലാബ് സിന്ദാബാദ്. ഇതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1928 മെയ് മാസം 27 ഒരുപക്ഷെ ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ ആ ശബ്ദം മുഴങ്ങുന്നത് 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എഴുതിയൊരു പ്രമേയത്തിൽ മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്ന ഒരു ലേഖനത്തിൽ പി കൃഷ്ണപിള്ള ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. സാക്ഷാൽ സർദാർ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും അതേ മുദ്രാവാക്യം തൂക്കുകയർ കഴുത്തിലെ കണയുമ്പോൾ ഉറക്കെ വിളിക്കുന്നു, ഇൻകുലാബ് സിന്ദാബാദ്. പിന്നീട് എല്ലാ കാലത്തും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന മുദ്രാവാക്യമായി തീർന്നു അത്. എന്നാൽ ഇന്ന് അതിൻ്റെ എല്ലാ വിലക്കുകളും വിലങ്ങുകളും മാറിപ്പോയിരിക്കുന്നു. വർഗീയവാദികൾ പോലും അത് ഏറ്റുവിളിക്കുകയാണ്. അത്രയധികം. സയ്യിദ് ഹസ്രത്ത് മൊഹാനി 2 വാക്കുകൾ കൊണ്ട് മൂന്നാമതൊരു വാക്കല്ല, മറിച്ച് മൂന്നാമത് സൃഷ്ടിച്ചൊരു നക്ഷത്രം ജനഹൃദയങ്ങളിൽ ജ്വലിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നു തൊട്ട് ആരംഭത്തിൽ 1920 താഷ്കണ്ടിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഇന്ത്യൻ ഘടകം രൂപം കൊണ്ട് തിരിച്ചു വരുന്ന വഴി തന്നെ പെഷവാറിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. പെഷവാർ ഗൂഢാലോചന കേസ് 1925 കാൺപൂർ സമ്മേളനം നടത്തുന്നതിന് സ്വാഗത സംഘത്തിന്റെ ചെയർമാനായിരുന്നത് സയ്യിദ് ഹസ്രത്ത് മൊഹാനിയാണ്. അദ്ദേഹത്തെ അടക്കം വീണ്ടും പ്രതിയാക്കിക്കൊണ്ട് കാൺപൂർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ്, ലാഹോർ ഗൂഢാലോചന കേസ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ പോലെയല്ല കമ്മ്യൂണിസ്റ്റുകാർ നടത്തിക്കൊണ്ടിരുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ബ്രിട്ടീഷുകാർ നേരിട്ടത്. മറിച്ച് 1917 ഒക്ടോബർ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബോൾഷെവിക്കുകളുടെ ഇന്ത്യൻ പതിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അത്യന്തം അപകടകരമായ ഈ ഇന്ത്യൻ ബോൾഷെവിക്കുകളുടെ വളർച്ചയെ തടയാൻ ഏറ്റവും ഭീകരമായ സ്റ്റീം റോളറുകൾ ഉരുട്ടേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഭീകരമായ കരിനിയമങ്ങൾ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് സ്വാതന്ത്ര്യ പൂർവ്വകാലം തൊട്ട് കമ്മ്യൂണിസ്റ്റുകാർ നേരിടപ്പെട്ടത്. പക്ഷേ വിയറ്റ്നാമിന്റെ ഉജ്ജ്വലാനുഭവം ഓർമ്മിപ്പിക്കുന്നത് പോലെ ട്രഞ്ചുകൾ കുഴിച്ചിട്ട് നപ്പാം ബോംബുകളും ഓറഞ്ച് ബോംബുകളും വീണ് പൊട്ടിക്കൊണ്ടിരുന്ന നാളുകളിലും വോ എൻ ഗ്വേൻ ഗാപ്പ് എന്ന ആ വലിയ പോരാളി വിയറ്റ്നാമിലെ യുദ്ധാനുഭവങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ ട്രഞ്ചുകളിൽ നിന്ന് നൃത്തം പഠിക്കുമായിരുന്നു, അവർ പാട്ടുപാടുമായിരുന്നു. എനിക്ക് ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചുകൂടി മുതിർന്ന തലമുറയിൽപ്പെട്ട വനിതാ സാഹിത്യയുടെ പ്രവർത്തകരും പുരോഗമന സാഹിത്യ സംഘത്തിന്റെ കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന പാട്ടുകാരും പാട്ടുകാരികളും ചേർന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത്, ഇങ്ങനെ പ്രഭാഷണങ്ങളിലൂടെ ആശയങ്ങൾ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കേരളത്തിന്റെ വളർച്ചയുടെ നമ്മൾ പോപ്പുലർ എന്ന് വിളിക്കുന്ന ഒരു ആർട്ട്, നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ, യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ ഒരു കാലത്ത് ഇരച്ചു കയറി വന്ന ആധുനികോത്തരന്മാർ അവഗണിക്കുകയായിരുന്നു. ആധുനികന്മാരും അവഗണിക്കുകയായിരുന്നു. അവർ നല്ലതൊന്നും പോപ്പുലർ ആവില്ല കുട്ടി എന്ന ആശയമാണ് ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജനങ്ങൾക്കിടയിലേക്ക്, സാധാരണ മനുഷ്യർക്കിടയിലേക്ക് അത്രയധികം എളുപ്പമല്ലാത്ത ആശയങ്ങൾ പോലും നിരന്തരം കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മുഴുവൻ അവഗണിക്കപ്പെടുകയായിരുന്നു.
പക്ഷെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഈ കേരളത്തിന്റെ ജീവിതം, ഇതിന്റെ പ്രകൃതി, ഇതിന്റെ വിശ്വാസങ്ങൾ, ഇവിടുത്തെ പൂക്കൾ, ഇവിടുത്തെ പക്ഷികൾ, ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്ന് പറയുമ്പോൾ ഈ ഒരു നാട്, ഇങ്ങനെ എല്ലാ നാടുകളും ഏതാണ്ട് 82 വയസ്സിലാണ് ഭാസ്കരൻ മാഷെ പോലെ ഒരു കവി ഏറ്റവും ഒടുവിലുള്ള വെങ്കലം എന്ന ചിത്രത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതുന്നത്. ആ പാട്ട് സൂക്ഷ്മമായി നിങ്ങൾ കേട്ടു നോക്കുമ്പോൾ അറിയാം, ഈ കൊടുങ്ങല്ലൂർക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കേരളം മുഴുവൻ ഒളിവിലും തെളിവിലുമായി സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ ഭൂമിശാസ്ത്ര ബോധത്തിന്റെ ഒരു വലിയ പ്രകാശനം കൂടിയാവുകയാണ്. ഒരു സാധാരണ സിനിമയിലെ പാട്ട് എന്ന് പറയുന്നത് തന്നെ അത് ഒരു അപ്ലൈഡ് മ്യൂസിക്കാണ്, ഒരു പ്രയുക്ത സംഗീതമാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി സൃഷ്ടിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ അളുക്കുകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട കവികൾ ഈ കേരളത്തിന്റെ ചരിത്രത്തെ, അതിൻ്റെ ഭൂമിശാസ്ത്രത്തെ, അതിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ ജീവിതത്തെ, ആചാരങ്ങളെ, അതിൻ്റെ രാഷ്ട്രീയത്തെ ഒന്നൊന്നായി ഇങ്ങനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതാണ് ഈ രാഷ്ട്രീയ ജീവിതവും സംസ്കാരവും തമ്മിലുള്ള രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിനെ എങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോയത് എന്നതിലാണ് ഇവിടെ ആർക്കും കീഴടക്കാനാവാത്ത ഒരു സദസ്സ്, ഒരു സമൂഹം ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. എന്തൊക്കെ പിപ്പിടി കാട്ടി നോക്കി ഇന്ത്യയെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾ ഈ കേരളത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ വൃത്തിഹീനമായ അടവുകൾ പ്രയോഗിച്ചു നോക്കി. പക്ഷേ കേരളം അങ്ങനെ വഴങ്ങുന്നില്ല. ഏറ്റവും പുരാതനമായ ഒരു ഗോത്രവർഗ സംസ്കാരം മുതൽ അതിന് തടയാവുകയാണ്. ഒരിക്കലും അതിനെ സവർണത്വം പറഞ്ഞ് ഭിന്നിപ്പിക്കാനാവില്ല, ഒരിക്കലും അതിനെ മതവർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കാനാവില്ല. അതിനുവേണ്ടി പല വശങ്ങളിൽ നിന്നും ആവശ്യമായ കൈത്താങ്ങുകളും സഹായങ്ങളും ചെയ്യുന്നുണ്ട്. പല മാധ്യമങ്ങളും ആ പ്രവർത്തനത്തിൽ ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അടിസ്ഥാനപരമായി ഭിന്നിപ്പിക്കാനാവുന്നില്ല. ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നഷ്ടപ്പെട്ടിട്ട് കേരള നിയമസഭയിൽ മൂലക്കിരിക്കേണ്ടി വരുന്ന, അങ്ങോട്ട് കടക്കാനാവാത്ത ഒരു നിലയിലേക്ക് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്നത് സത്യത്തിൽ സംസ്കാരം എന്ന ഒരു വലിയ സംവാഹിനിയിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക്, തലച്ചോറുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് നിരന്തരമായി ബോധപൂർവമായും അല്ലാതെയും നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 21-ൽ ഗാന്ധി വരുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടക്കമാണ്, അതൊരു പാട്ടാവുകയാണ്. 28-ൽ അത്യന്തം പ്രശസ്തമായ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരങ്ങളിലൊന്നാണ് സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ സമരം. സൈമൺ കമ്മീഷൻ ബോംബെയിൽ കപ്പലിറങ്ങുന്ന ദിവസം കേരളം മുഴുവൻ പ്രതിഷേധമാലകളാണ്. TH രാമസ്വാമി അയ്യരുടെ അത്യുജ്വലമായ ഒരു പാട്ട് കേരളം മുഴുവൻ പാടുകയാണ്. ശീമക്കാരേഴുപേരെ മായക്കാരായവരെ സൈമൺ കമ്മീഷൻകാരെ പോ പോ പോ. നമ്മൾ ആലോചിച്ച് നോക്കുക, സംഗീത സംവിധായകം വേണ്ട ഇതിന് ഒരാൾ എഴുതുകയാണ്. ശീമക്കാരേഴുപേരെ മായക്കാരായവരെ സൈമൺ കമ്മീഷൻകാരെ പോ പോ പോ. 1928-ലെ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തിന് സത്യത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ പിന്തുണ പ്രസംഗങ്ങളിലൊന്ന് കവിയും നാടകകാരനുമായ പി കേളുനായരുടേതാണ്. അദ്ദേഹത്തിന്റെ രണ്ട് ഭാഗത്തും ഒരുപോലെ നാടകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 1902-ൽ സാദിറാം എന്നൊരു തമിഴ്നാട്ടിലെ നാടകം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ വന്ന് കളിക്കുന്നുണ്ട് മഹാകവി KC കേശവപിള്ള. 1903-ൽ അപ്പോൾ തന്നെ എഴുതുന്ന നാടകമാണ് സദാരാമ. തിരുവട്ടാർ നാരായണപിള്ളയും സംഘവും ചേർന്ന് ഈ കേരളം മുഴുവൻ, പ്രത്യേകിച്ച് തെക്കൻ കേരളം മുഴുവൻ തട്ടകം പൊളിച്ച് കളിക്കുന്നുണ്ട്. ഈ നാടകങ്ങൾ സംഗീത നാടകങ്ങളുടെ ഒരു വലിയ വരവാണ്, ഒരു വലിയ തിളച്ചുമറിയലാണ്. പക്ഷെ മലബാറിലുണ്ടായ ചില സംഗീത നാടകങ്ങൾ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും മറവിലിരുന്നിട്ട് ദൈനംദിന രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീരാമപാദുക പട്ടാഭിഷേകം എന്നതാണ് 1927-ൽ ഇറങ്ങിയ കേളുനാരുടെ നാടകം. കഥാപാത്രങ്ങൾ ലക്ഷ്മണനാണ്, ശ്രീരാമനാണ്, സീതയാണ്, ദശരഥനാണ്. ഇവരൊക്കെ കഥാപാത്രങ്ങളാവുന്ന നാടകത്തിന്റെ നാന്ദി ആരംഭിക്കുന്നത് തന്നെ
പരിപാലയാത്രിലോകാഭിരാമ. സ്തുതിയാണ്. പക്ഷെ നാന്ദി അവസാനിക്കുന്നത് നിങ്ങൾക്കൊക്കെ പരിചിതമായ മറ്റൊരു വരിയിലൂടെയാണ്. സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ, മുലപ്പാൽ തന്നൊരമ്മയെ എന്നാളും ഹാ മറക്കാമോ എന്നാണ്. തിരിപ്പിൻ കൈമരാട്ടെ, ഈ പഞ്ഞം തീരുമാറാട്ടെ. ഇതാണ്. ത്യജിപ്പിൻ ജാത്യഭിമാനം, ഭജിപ്പിൻ ഐക്യസോപാനം. കഥാപാത്രങ്ങൾ ലക്ഷ്മണനാണ്, ശ്രീരാമനാണ്, ദശരഥനാണ്, സീതയാണ്. പക്ഷേ തിരിപ്പിൻ കൈമരാട്ടെ എന്നാണ് നാടകത്തിലെ നാന്ദിയിൽ പാടുന്നത്. ഇങ്ങനെ കല എന്നത് ജീവിതമായും രാഷ്ട്രീയവുമായും നിരന്തരം ഇണചേർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഒരു ചരിത്രവും സംസ്കാരവുമാണ് ഐക്യകേരളം എന്ന മഹാസങ്കല്പത്തെ ഈ നവകേരളത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കിയത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ വികാസത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ അന്തർധാരകളിലൊന്നായിട്ട് ഞാനിതിനെ ഈ കലാരൂപങ്ങൾ എന്ന നിലയിൽ മാത്രം പറയുന്നില്ല. ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ സഖാവ് സുരേഷ് കുറുപ്പ് ഓർമ്മിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നൂർജഹാനെ പോലൊരു ഗായിക വന്ന് ഇവിടെ പാടുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുകയാണ്. ഇവിടെ തന്നെ മഹാനായ മറ്റൊരു ഹിന്ദുസ്ഥാനി ഗായകൻ വന്ന് പാടാൻ വന്നപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും ഇടം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ആരാധകരാണ് ഇന്ത്യയിൽ എവിടെയും. പക്ഷെ ഹിന്ദി സംസാരിക്കാത്ത ഈ കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന് വേദിയൊരുക്കിയത്. ഇതാണ് നാം കാണേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു സവിശേഷമായ സംസ്കാരത്തിന്റെ അതിനാധാരമായി നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബലിഷ്ഠമായ സംഘടനാ രൂപത്തിന്റെ ഒക്കെ ഈ മലയാളി സമൂഹം ആർജിച്ച അതിൻ്റെ അടിസ്ഥാനമായി തീരുന്ന ഒരു വലിയ മതനിരപേക്ഷ ബോധത്തിന്റെ, ജനാധിപത്യ ബോധത്തിന്റെ പ്രകാശനമാണ്. അതുകൊണ്ട് കലയ്ക്ക് മാത്രമാണ്. ഒരു സമൂഹത്തിൻ്റെയും ഒരു മനുഷ്യന്റെയും സ്വത്വം മതമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ചെങ്കോട്ടയിൽ യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക ഉയർത്തുമ്പോൾ ഭാവിയുമായുള്ള നമ്മുടെ ഒരു സന്ധിയുടെ നിമിഷങ്ങൾ ഇതാ വന്നു ചേർന്നിരിക്കുന്നു എന്ന് വികാരഭരിതമായ സ്വരത്തിൽ കവിത പോലുള്ള വാക്കുകൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുമ്പോൾ നവഖാലിയിൽ പരാജിതനായ ഒരു മനുഷ്യൻ ചോരയൊഴുകുന്ന തെരുവുകളിലൂടെ നടക്കുകയായിരുന്നു. കൽക്കട്ടയിൽ ആഗസ്റ്റ് 30 പണ്ഡിറ്റ് ജവഹർലാൽ മഹാത്മാഗാന്ധി സുഹ്റോവർദി ഏർപ്പെടുത്തി കൊടുത്ത പഴയ ഒരു കെട്ടിടത്തിൽ വന്ന് അവിടെ താമസിക്കുകയായിരുന്നു. നാം ഓർമ്മിക്കേണ്ടത് അത്ര അരക്ഷിതമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നിമിഷങ്ങൾ. ഇന്ത്യയുടെ സംഘർഷഭരിതമായ സ്വാതന്ത്ര്യ പിറവിയുടെ നാളുകൾ. ആ ഒരു സന്ദർഭത്തിൽ നാം ഓർമ്മിക്കേണ്ടത് അതിൻ്റെ തൊട്ടു തലേന്നാൾ ഒരു രാജ്യം കൂടി സ്വതന്ത്രമായിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പാകിസ്ഥാൻ. മതത്തിൻ്റെ പേരിൽ പൂർണ്ണമായും 98% ഒരു മതവിശ്വാസികൾ മാത്രമായി ഒരു പുതിയ രാജ്യം കൂടി പിറക്കുന്നു. മതമാണ് സാംസ്കാരികമായ സ്വത്വത്തെ നിർണയിക്കുന്നത്, ദേശീയതയെ നിർണയിക്കുന്നതെന്ന് 75 വർഷത്തിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരമണ്ടന്മാർ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 1947 മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം 1971 ജനുവരി 25 ആവുമ്പോഴേക്ക് രണ്ടാമത്തെ രാജ്യമായി തീർന്നത് എന്തുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിവിടെ പടിഞ്ഞാറൻ ബംഗാളുണ്ട്. എവിടെ പോയി കിഴക്കൻ ബംഗാൾ? അതാണ് ബംഗ്ലാദേശ്. ഉറുദുവിന് പാകിസ്ഥാൻ ഗവൺമെന്റ് മുഴുവൻ ഫണ്ടും വിനിയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ, അതിൻ്റെ ദേശീയ ഭാഷയായി അതിനെ അംഗീകരിച്ചപ്പോൾ അവഗണിക്കപ്പെട്ട ബംഗാളി ഭാഷയ്ക്ക് വേണ്ടി ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ആരംഭിക്കുന്ന സമരമാണ്. കമ്മ്യൂണിസ്റ്റുകാരായ 19 വിദ്യാർത്ഥികളെ പാക് പട്ടാളം വെടിവെച്ച് കൊന്നിട്ടാണ്
ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ആദ്യത്തെ പരിശ്രമം നടക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി പൊട്ടിപ്പുറപ്പെട്ട വലിയ പ്രക്ഷോഭം പിന്നീട് മുജിബുർ റഹ്മാൻ നേതൃത്വം ഏറ്റെടുക്കുന്നു. മുക്തിവാഹിനിയുമായി ഇന്ത്യ ആ പ്രക്ഷോഭത്തെ സഹായിക്കുന്നു. അതിൻ്റെ 50-ാം വാർഷികമാണ്. നാം ഓർമ്മിക്കണം, ഈ കടന്നു പോകുന്നത് അതിൻ്റെ 50-ാം വാർഷികമാണ് ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ. പക്ഷെ ബംഗ്ലാദേശ് വിമോചനം എന്നതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു വലിയ സത്യമുണ്ട്. മതമല്ല മനുഷ്യരുടെ സ്വത്വം നിർണയിക്കുന്നത്, ഒരുപക്ഷെ ഭാഷയാണ്. അതുകൊണ്ടാണ് 1948 ഇന്ന് ചിലർ ആലോചിക്കുന്നുണ്ടാവും അതൊരു ഭാഷ തീവ്രവാദമാണ് എന്ന്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നൊരു പുസ്തകത്തിന് ആധുനിക കേരളത്തിന്റെ പിതാവായ സഖാവ് EMS പേര് നൽകുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ആധുനിക രാഷ്ട്രീയ ജീവിത ബോധത്തിന്റെ ഉരകല്ലായിത്തീരുന്നത് ഏറ്റവും അധികം സ്വാതന്ത്ര്യാനന്തര ദേശരാഷ്ട്രത്തിന്റെ പിറവിയോടെയാണ്. ഭാഷ ഒരു ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്വമായി തീരുകയും സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഘടകമായി തീരുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പാണ് ആ ഭാഷ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധിപ്പിക്കാനുള്ള ഘടകവുമായി തീരുന്നു. ഇതിനെയാണ് സാക്ഷാൽ മഹാത്മാഗാന്ധി പ്രയോഗിച്ചത്. ഗുജറാത്തിലെ ഏതോ ഒരു തട്ടുംപുറത്ത് ഒടിഞ്ഞു കിടന്നിരുന്ന ഒരു പഴയ ചർക്ക ഒരു വീട്ടമ്മയോട് വാങ്ങി അത് ലങ്കാഷയറിൽ നിന്നും മാഞ്ചസ്റ്ററിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മിൽത്തുണിത്തരങ്ങൾ കൊണ്ടൊരു ജനതയെ വലകെട്ടി അവരെ ശ്വാസം മുട്ടിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തികാധിനിവേശത്തിനെതിരായി നല്ല നെയ്ത്തുകാരുടെ നല്ല നൂൽപ്പുകാരുടെ മുഴുവൻ പെരുവിരലുകൾ അറുത്തുകൊണ്ടായാലും ലങ്കാഷെയറിലെയും മാഞ്ചസ്റ്ററിലെയും മിൽത്തുണിത്തരങ്ങൾ കൊണ്ട് ഇന്ത്യയെ മൂടുക, കോളനി രാജ്യങ്ങളെ മൂടുക എന്ന അധിനിവേശ തന്ത്രത്തിനെതിരായിട്ടാണ് ഒരു ചർക്കയെടുത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. ആരും വേണ്ട എന്ന് കരുതിയിട്ടിരുന്ന ഒരു ചർക്കയെ ഒരു തട്ടുംപുറത്ത് നിന്ന് എടുത്തിട്ട് ഏറ്റവും വലിയ അധിനിവേശത്തിനെതിരായ പ്രതിരോധായുധമാക്കിയിട്ട് മഹാത്മാഗാന്ധി മാറ്റുന്നത് അങ്ങനെയാണ്. ദേശീയ ഗീതങ്ങളിലൂടെ, ഹിന്ദി പോലൊരു ഭാഷയിലൂടെ മനുഷ്യന്റെ രക്തത്തിലും ഉപ്പിലും പോലും തുടിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ് എന്ന ആ വലിയ പ്രതിഭാസത്തെ അതിനെ ഏറ്റവും വലിയ സമരരൂപമായി ഉപയോഗിക്കുന്നതിലൂടെ സാംസ്കാരികമായ ഒരു വലിയ യുദ്ധസന്നാഹമാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഒരുക്കപ്പെട്ടത്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സെല്ലുലാർ ജയിലിന്റെ ഏതോ ഒരു കരിങ്കൽ തറയിൽ ഇരുന്നിട്ട് സാരേ ജഹാം സെ അച്ഛാ ഹിന്ദു സുതാ ഹമാര എന്ന് മഹാനായ ഇക്ബാൽ പാടുമ്പോൾ പോണ്ടിച്ചേരിയിലിരുന്നോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലിരുന്നോ സാക്ഷാൽ ഭാരതിയാർ പാടുന്നുണ്ട്, പാരിക്കുള്ളേ നല്ല നാട് എങ്കൾ ഭാരത നാട് എന്ന്. നാനാ ഭാഷകൾ സംസാരിച്ചു കൊണ്ടിരിക്കെ, നാനാ മതങ്ങളിലും ജാതികളിലും വിശ്വസിച്ചുകൊണ്ടിരിക്കെ, നാനാ വേഷങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കെ, നേരത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന മഹത്തായ സങ്കല്പത്തെ, ഇന്ത്യയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സാംസ്കാരിക ധാരയെ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന ഒരു രാഷ്ട്രീയ ധാരയിലേക്ക് സംയോജിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ചെയ്യുന്നത്. ഇങ്ങനെ എത്രയെത്ര കവിതകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നാം പാടി നടക്കുന്നത് പോലെ സാരേ ജഹാം സെ അച്ഛാ ഹിന്ദു സുതാ ഹമാര എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ്റ നൂലുകൊണ്ട്, നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതം ഇത് അനീതിക്കൊരു അന്ത്യാവരണം എന്ന് മഹാനായ വള്ളത്തോൾ പാടുന്നു. പോരാ പോരാ നാളിൽ നാളിൽ ദൂരമുയരട്ടെ ഭാരതഷ്മദേവിയുടെ തൃപ്പതാകകൾ, ആകാശപ്പൊയ്കയിൽ പുതുതാകും അലയിളക്കട്ടെ, ലോകബന്ധുഗതിക്കുറ്റ മാർഗം കാട്ടട്ടെ. പ്രേംധവാനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയ സ്വാതന്ത്ര്യ പോരാളി അദ്ദേഹം പാടുകയാണ്. ഇത് അതേ ഘട്ടത്തിലാണ്. നമ്മൾ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വക്ത് കി ആവാസ് ഹേ മിൽകെ ചലോ, ജിന്ദഗി കെ റാസ് ഹേ മിൽകെ ചലോ, മിൽകെ ചലോ, മിൽകെ ചലോ, മിൽകെ ചലോ, ചലോ ഭായ് മിൽകെ ചലോ, മിൽകെ ചലോ,
മിൽക്കേ ചലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉണ്ടാവുമ്പോൾ അതിന്റെ സെക്രട്ടറി ആയിരുന്നത്, ഓഫീസ് സെക്രട്ടറി ആയിരുന്നത്, AKGയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മഹാസംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേര് MB ശ്രീനിവാസൻ എന്നാണ്. ഭാരതീയരുടെ പ്രസിദ്ധമായ ഓടുവിളയാട് പാപ്പ നീ ഒയിന്തിരിക്കലാകാത് പാപ്പ എന്ന് കുട്ടിപ്പാട്ടായിട്ടല്ല, ദേശീയ പ്രക്ഷോഭത്തിന്റെ ഒരു കാലത്ത് ഒഴിഞ്ഞു നിൽക്കാതെ ഇറങ്ങി കളിക്കൂ എന്ന് കുട്ടികളോട് പറയുന്നത് പോലെ ഭാരതീയർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ജനതയെ ഇങ്ങനെ ഉണർത്തുകയാണ്. ഇങ്ങനെ പാടി പറഞ്ഞ് ഒരു ജനതയുടെ വൈകാരികമായ ഘടകങ്ങളെ മുഴുവൻ ഒന്നിപ്പിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു പ്രക്ഷോഭത്തിലൂടെ മതനിരപേക്ഷമായ ജനാധിപത്യ ഭരിതമായ സ്ഥിതി സമത്വത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഇന്ത്യ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ചെങ്കോട്ടയിൽ ഒരു പുതിയ ത്രിവർണ പതാകയായി ഉയരുന്നത് എന്നത് നമ്മൾ മറന്നുകൂടാ. ആ വലിയ പോരാട്ടത്തിന്റെ എത്ര ഘട്ടങ്ങളിലാണ്. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് എപ്പോഴും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വല്ല പങ്കാളിത്തമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഉത്തരവും അവർ തന്നെ പറയുന്നു, ഒരു പങ്കാളിത്തവും ഇല്ല. എല്ലാ കാലത്തും സ്വാതന്ത്ര്യ പോരാട്ടത്തെ വഞ്ചിച്ചവരാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ വിസ്മരിക്കുന്ന ഒരു കാര്യം, 1921 ആദ്യ അഹമ്മദാബാദ് സമ്മേളനം മുതൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുകയും പോരാടുകയും ചെയ്തുകൊണ്ടിരുന്നത് ഭഗത് സിംഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന ആ ചരിത്രപ്രസിദ്ധമായ ബ്രിട്ടീഷ് പാർലമെന്റിലെ ബോംബാക്രമണത്തിന്റെ കേസിന്റെ സന്ദർഭത്തിൽ വാരിയെറിഞ്ഞ ലഘുലേഖകൾ ഇപ്പോഴും നമ്മുടെ മുഴുവൻ മുന്നിലുണ്ട്, കണ്ണിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. ഏതൊരു ലോകത്തെക്കുറിച്ചാണ് ഭഗത് സിംഗ് പറയുന്നത്, ഏതൊരു ലോകത്തെക്കുറിച്ചാണ് സുഖ്റാമും രാജ്ഗുരുവും പറയുന്നത്, ശിവവർമ്മ പറയുന്നത്, ബട്കേശ്വർ ദത്ത് പറയുന്നത്. ആ പോരാളികൾ മുഴുവൻ മനുഷ്യരെ കമ്മ്യൂണിസ്റ്റ് ആക്കി കളയെന്ന് പേടിച്ചിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് കൊണ്ടുപോയി അടച്ചത്. KK തിവാരിയെ, ശിവവർമ്മയെ, എല്ലാവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് കൊണ്ടുപോയി അടച്ചത്. 1932 22-ാം വയസ്സിൽ കാടകം എന്ന പഴയ കർണാടക അതിർത്തിയിൽപ്പെട്ട വനത്തിൽ KPCC ആഹ്വാനം ചെയ്യുന്ന ഒരു സമരത്തിൽ പങ്കെടുത്തിട്ട് 24 വയസ്സുള്ള ഒരു യുവാവ് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ പോകുന്നുണ്ട്. ഈ വലിയ ഉത്തരേന്ത്യൻ പോരാളികളും വിപ്ലവകാരികളും തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ആ തടവറക്കുള്ളിൽ ചെന്നിട്ട് അതിൽ ബച്ചിലാൽ എന്ന ഊട്ടി ബാങ്ക് കവർച്ച കേസിൽ 33 കൊല്ലത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധേയനായ ആ പോരാളിയായ ഭഗത് സിംഗ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത്, ആർക്ക് ജയ് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഗാന്ധിക്കാണോ ഭാരതമാതാവിനാണോ എന്നാണ്. അത് രണ്ടുപേർക്കും തന്നെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ ചക്ക കിട്ടില്ലേ, അത് കട്ടെടുത്തിട്ട് ഈ ജയിലിൽ വരാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. കുറച്ചു നേരം അദ്ദേഹവുമായി ആ വിപ്ലവകാരികളുമായി സംസാരിച്ച് ഇറങ്ങിയ മനുഷ്യൻ ഒരു വിപ്ലവകാരിയായിട്ടാണ് പുറത്തേക്ക് വന്നത്. അഭിനവ് ഭാരത യുവക് സംഘം എന്ന ഈ കേരളത്തിലെ ആദ്യത്തെ യുവാക്കളുടെ ലക്ഷണമൊത്ത സംഘടന 1934 ഏപ്രിൽ 13 കരിവള്ളൂർ എന്ന ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്ഥാപിച്ച മരിച്ചുപോയ മഹാവിപ്ലവകാരിയായിരുന്ന എൻ്റെ അച്ഛൻ സഖാവ് AV കുഞ്ഞമ്പു ആണ് ആ ചെറുപ്പക്കാരൻ. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പടവുകളിലും ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കണ്ണീരായും ചോരയായും ഇങ്ങനെ ഒഴുകിക്കിടക്കുകയാണ് ഈ കേരളത്തിന്റെ മുന്നേറ്റങ്ങളെല്ലാം. അഭിനവ് ഭാരത യുവക് സംഘം 1940 പിരിച്ചുവിട്ടു. അനുശീലൻ പ്രസ്ഥാനത്തിന്റെയും ബംഗാളി വിപ്ലവകാരികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ തന്നെയായ സഖാവ് P കൃഷ്ണപിള്ള, സഖാവ് KP ഗോപാലൻ, ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടറിമാരിൽ ഒരാളായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് അജയ് ഘോഷ്. എല്ലാവർക്കും ഒരു കാര്യം മാത്രമാണുള്ളത്, പോരാ, വേഗത പോരാ, സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേഗത പോരാ. അതുകൊണ്ട് ആയുധമെങ്കിൽ ആയുധം, ബ്രിട്ടനെ തോൽപ്പിക്കാൻ കിട്ടുന്നതെല്ലാം കയ്യിലേന്തിയിട്ട് പോരാടുക എന്നത് മാത്രമായ ഒരു മുന്നേറ്റം. പക്ഷേ പിന്നീട് അവർ തിരിച്ചറിഞ്ഞു, വളരെ ക്ഷമാപൂർവമായ
സഹന സമരത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനത്തിന് സമാന്തരമായി ക്ഷമാപൂർവമായ ബഹുജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള അത്യന്തം ദീർഘമായ ഒരു പോരാട്ടത്തിലൂടെ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ, കർഷകരെയും തൊഴിലാളികളെയും മാത്രമല്ല, ബുദ്ധിജീവികളെയും കലാകാരന്മാരെയും തുടക്കം മുതലുണ്ട്. കോട്ടത്തല സുരേന്ദ്രൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടപ്പോൾ കവിത എഴുതിയത്, ഞാൻ ആ കവിതയുടെ ഉറവിടം ഇങ്ങനെ തേടി നടക്കുകയായിരുന്നു. മഹാനായ വൈക്കം ചന്ദ്രശേഖരൻ നായരാണ്. പൊലിഞ്ഞു നീചരാൽ നിൻ ജീവിതം എൻ ധീരയോദ്ധാവേ എന്ന് തുടങ്ങുന്ന അത്യുജ്വലമായ ഈ വരികൾ വൈക്കം ചന്ദ്രശേഖരൻ നായരുടേതാണ്. ഒരു കാലത്ത് എല്ലാവരും കവികളാണ്, ഒരു കാലത്ത് എല്ലാവരും പാട്ടുകാരാണ്. ഈ കേരളത്തെ മാറ്റിയെടുക്കുക, ഇന്ത്യയെ മാറ്റിയെടുക്കുക, സ്വാതന്ത്ര്യത്തിനായി പോരാടുക. അതിനുവേണ്ടി പാട്ടെങ്കിൽ പാട്ട്, നാടകമെങ്കിൽ നാടകം, മുദ്രാവാക്യമെങ്കിൽ മുദ്രാവാക്യം, രക്തസാക്ഷിത്വമെങ്കിൽ അത്. ഒരു നാടിനെ മാറ്റിപ്പണിയാൻ എന്തൊക്കെ ഉപാധികളുണ്ടോ അത് അളവിന്, കണക്കിന്, പണത്തിന് മുറിച്ചു വിൽക്കാവുന്ന ഒന്നല്ല പ്രതിഭ എന്നത്, ഒന്നല്ല കല എന്നത്. തിരിച്ചറിഞ്ഞ് ഒരു നാടാകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ അതിനുവേണ്ടി സമർപ്പിക്കുക എന്ന അതിമഹത്തായ ഒരു പോരാട്ടം. പി ജെ ആന്റണിയുടെ ജീവിതത്തിലെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങളിൽ ഒന്ന്, ബോംബെയിലേക്ക് വീടുമായി തെറ്റി തിരിച്ചു വന്നിട്ട് അദ്ദേഹം എറണാകുളത്തെ ഇപ്പോഴത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് മാസോട്ടറിലൊക്കെ ഇപ്പുറത്തായിട്ട് ഒരു പഴയ വർക്ക്ഷോപ്പ്, ഉടമസ്ഥൻ ഉപേക്ഷിച്ചു പോയൊരു വർക്ക്ഷോപ്പിൽ ഒരു പഴയ കാറ് കിടക്കുന്നുണ്ടായിരുന്നു. അതിന് വീലുണ്ടായിരുന്നില്ല, 3 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു വീലിന് പകരം കല്ല് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു, അത് വീഴാതിരിക്കാൻ. ഇതിലാണ് ഒരു മാസം മഹാനായ ഭരത് അവാർഡ് നേടി ഈ കേരളത്തെ ആദ്യമായി കുളിരുകോരിച്ച ആ വലിയ കലാകാരൻ ഈ ഒരു മാസം അദ്ദേഹത്തിന് ഭക്ഷണമില്ലായിരുന്നു. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നത്തേതുപോലെ തിരക്ക് പിടിച്ച യാത്രക്കാരുടെ കാലമല്ല. നേരെ പുറത്തിറങ്ങി നിൽക്കുന്നു. എന്നിട്ട് പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ ചായ വല്ലതും കുടിച്ചോ എന്ന് ചോദിക്കുന്നു. കൂടെ പോകുന്നു. ചിലപ്പോൾ ചായ കുടിച്ച്, ചിലപ്പോൾ കുടിക്കാതെ, ചിലപ്പോൾ പൈപ്പ് വെള്ളം കുടിച്ച്. മഹാനായ ഒരു കലാകാരൻ, മഹത്തായ ഒരു നാടകം. ആ വെളിച്ചത്തിലിരുന്നും ഈ കാറിന്റെ ബാക്ക് സീറ്റിലെ കാട്ടുചേനകൾ വളർന്നു നിൽക്കുന്ന, എപ്പോഴും പാമ്പിന്റെയും പഴുതാരയുടെയും ശല്യമുള്ള ആ പഴയ പൊളിഞ്ഞു പോയൊരു വർക്ക്ഷോപ്പിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതമുണ്ട്. ഇങ്ങനെ സ്വന്തം കണ്ണുനീരിനെ ഉപ്പുകല്ലുകളാക്കി തീർത്ത മനുഷ്യരാണ് നമ്മുടെ പാട്ടുകൾ മുഴുവൻ ഉണ്ടാക്കിയത്, നമ്മുടെ നാടകങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്, നമ്മുടെ കലാരൂപങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചത്. വയറ്റത്തടിച്ച് പാട്ടുപാടിക്കൊണ്ടിരുന്ന സാബിർ ബാബുരാജ് എന്ന ചെറുപ്പക്കാരൻ. എത്ര പേരാണ്. ഞാൻ അതിദീർഘമായ ഇതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എപ്പോഴാണോ നമ്മുടെ കല ജീവിതാഭിമുഖമായത്, അപ്പോഴാണ് അതിന് ജീവൻ വന്നത്. ഭാസ്കര മാഷിന്റെ പാട്ടുകളൊക്കെ, ഭാസ്കര മാഷിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയോണ്ട് പറയാം, 92 നാഴിയിരിപ്പാല് എന്ന പേരിൽ സമാഹരിച്ചിട്ടുണ്ട്. അതിന്റെ ആമുഖമായി അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പൂണൂൽ കെട്ടുകളിൽ കുടുങ്ങിപ്പോയ സപ്തസ്വര കസർത്തുകൾ. അതിൻ്റെ കാലമായിരുന്നു. അതിനെ അന്യഥാ രാഷ്ട്രീയക്കാരായി തീരേണ്ട ഞങ്ങളെ പോലുള്ള ചിലർ കാലം ഞങ്ങളുടെ കൈപിടിച്ചെഴുതിക്കുകയായിരുന്നു പാട്ടുകൾ എന്ന്, കവിതകൾ എന്ന്. 1942 സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കാളിയായി മഹാരാജാസ് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് പി ഭാസ്കരനെ പോലൊരു കവി നേരെ ചെല്ലുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടെ ഇപ്പോഴത്തെ KSRTC ബസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ കമ്മ്യൂൺ പ്രവർത്തിക്കുകയാണ്. ആദ്യത്തെ കമ്മ്യൂൺ. EMS-ഉം ആര്യാന്തർജനവും ഉണ്ട്, പി കൃഷ്ണപിള്ളയും തങ്കമ്മയുണ്ട്, എത്രയോ പേർ. ICP നമ്പൂതിരിയും ഭാര്യയുമുണ്ട്. അതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കപ്പെട്ട 2 പേരാണ് ഭാസ്കരനും ചന്ദ്രനും. അതിലെ പ്രായം കുറഞ്ഞ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. വിവാഹിതയാണെങ്കിലും വിവാഹിതയാണെന്ന വിവരം പാർട്ടിക്കുള്ളിൽ പോലും പുറത്തുവിടാതിരുന്ന മരിച്ചുപോയ ഞങ്ങളുടെ അമ്മ സഖാവ് K. ദേവയാനി. എന്നെ ആദ്യമായി ഭാസ്കര മാഷ് പരിചയപ്പെടുമ്പോൾ ദേവയാനിയുടെ മോനാണല്ലേ എന്നാണ് പരിചയപ്പെട്ടത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അന്യഥാ രാഷ്ട്രീയ പ്രവർത്തകരായി തീരുമായിരുന്ന ഞങ്ങളെ പോലുള്ളവരെ കാലം കൈപിടിച്ചെഴുതിക്കുകയായിരുന്നു എന്നാണ് ഭാസ്കര മാഷ് പറയുന്നത്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതുകൊണ്ട് എപ്പോഴാണോ ജീവിത ഗന്ധിയായി തീരുന്നത്, സുഹാനേ രാത് ഡൽ ചുക്കേ, വളരെ പ്രസിദ്ധമായ ഗാനം 50-ൽ ഇറങ്ങുന്ന ജീവിത നൗകയിൽ. അപ്പോഴും നമ്മുടെ പാട്ട്, അകാലേ ആരും കൈവിടും നീ താനേ നിൻ സഹായം അകാലേ. സത്യത്തിൽ എപ്പോഴും അനുകരണങ്ങളിലും പകർച്ചകളിലും മാത്രം പതറി നിന്നിരുന്ന നമ്മുടെ കലയെ, നമ്മുടെ പാട്ടിനെ എങ്ങനെയാണ് ജീവിതാഭിമുഖമാക്കി തീർക്കുന്നത്? ഞാൻ കരുതുന്നത് 1950-കൾക്ക് ശേഷമാണ് ഈ മാറ്റമൊക്കെ വരുന്നത്. ചുവന്ന പതിറ്റാണ്ടുകളെന്ന് ലോകം മുഴുവൻ വിളിക്കപ്പെട്ട നാടുകൾ, ഇന്ത്യ ആകെ ഇപ്റ്റയെ പോലൊരു മഹാപ്രസ്ഥാനം ഉടലെടുത്തു നിൽക്കുന്ന കാലം, അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ അരുണസൂര്യ രശ്മികൾ നമ്മുടെ എഴുത്തുകാരിലേക്ക് മുഴുവൻ പകർന്നു വന്ന ഒരു കാലം. ഞാനിവിടെ വരുമ്പോൾ ജലജാമണിയുടെ നേതൃത്വത്തിൽ ആ സംഘം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നരിവാൾ അമ്പിളിയിലൊക്കെയാണ് പാടുന്നത്. പൊന്നരിവാൾ അമ്പിളിയിൽ ഇറങ്ങുന്ന അതേ വർഷം തെക്കുന്നും വടക്കുന്നും 2 പാട്ടുകൾ ഒരേപോലെ ഉണ്ടാവുകയാണ്. ഏതാണ്ട് കുറത്തി എന്ന് വിളിക്കാവുന്ന വൃത്തത്തിൽ, അതല്ലെങ്കിൽ ഒരു പഴയ കിസ് പാട്ടിന്റെ ഈണത്തിൽ, പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. ഇത് അപ്പുറത്ത്, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിതൻ പങ്കിറങ്കൊള്ളോളെ പങ്കിറങ്കൊള്ളോളെ. ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ KT മുഹമ്മദ് എഴുതുന്നതാണ്. 2ഉം 1 മീറ്ററാണ്. ഇവിടെ ആലപ്പിരങ്കാ സാറിനെ പോലുള്ള മഹാപ്രതിഭകൾ ഇരിക്കുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക കാലഘട്ടമാണ്. തെക്കുന്നും വടക്കുന്നും കമ്മ്യൂണിസ്റ്റുകാരായ ഒരു കൂട്ടം കലാകാരന്മാർ സൃഷ്ടിക്കുന്ന ഈ ഒരു വലിയ ധാര പിന്നെ സത്യമായും ഈ കേരളത്തെ നാടകഗാനങ്ങളുടെ, നീലക്കുയിൽ തൊട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു വലിയ ധാരയായി തീരുകയാണ്. നമ്മുടെ ജനപ്രിയ സംഗീതത്തിന്റെ ഒരു വലിയ പൂക്കാലം ഉണ്ടാവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണെന്ന് എനിക്ക് തോന്നുന്നു. 1948-ൽ MN ഗോവിന്ദൻ നായർ ഒളിവിൽ അദ്ദേഹത്തിന് എസ്കോട്ട് പോകുമ്പോൾ തിരുനെല്ലൂർക്കാരനായിരുന്നു ONV കുറുപ്പും ചേർന്ന്, 18 വയസ്സാണ് ONV കുറുപ്പിന് ആ വർഷം. അപ്പോൾ കായലിന്റെ കരയിൽ ഏതോ വെളിച്ചവും ആൾക്കൂട്ടവും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, അയ്യോ ഇപ്പോഴങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല. MN പറയുകയാണ്, തൽക്കാലം നമുക്കിവിടെ ചുറ്റിക്കറങ്ങേണ്ടി വരും, കാരണം ഇപ്പൊ പോയാൽ നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് പിടികൂടും. നിങ്ങൾ കലാകാരന്മാരും കവികളും ഒക്കെ ആണല്ലോ, എൻ്റെ ഈ കടലാസുണ്ട്, അത്യാവശ്യം നിലാവുമുണ്ട്, വല്ലതും എഴുതിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ 18-ാം വയസ്സിൽ അദ്ദേഹം എഴുതിയ ഇരുളിൽ നിന്നൊരു ഗാനം, സത്യത്തിൽ ഇരുളിൽ നിന്നൊരു ഗാനമാണ്. നിലാവിൻ്റെ വെളിച്ചത്തിൽ എഴുതുന്ന ആ വരികൾ 4 വർഷത്തിന് ശേഷം മൈഹരി മാധവൻ നായരുടെ ലോഡ്ജിൽ ചിന്നക്കടയിൽ ഒരു ദിവസം ONV പോകുമ്പോൾ ദേവരാജൻ തൻ്റെ പതിഞ്ഞ ശബ്ദത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന കേൾക്കുന്നു. ആദ്യത്തെ പൊതുവായ അവതരണം 52-ൽ AKG ജയിൽ മോചിതനായി കൊല്ലം SN കോളേജിൽ സ്വീകരണം ഏറ്റുവാങ്ങാൻ വരുമ്പോൾ അവിടെ ചെന്നിട്ട് SF-ന്റെ ചില നേതാക്കൾ പറയാണ്, ഞങ്ങളുടെ കുട്ടികൾ എഴുതിയ ഒരു പാട്ടുണ്ട്, അപ്പൊ പ്രസംഗത്തിന് മുമ്പ് പാട്ടായാലോ എന്ന്. ആദ്യം പാട്ട്, പിന്നെ പ്രസംഗം എന്ന് പറഞ്ഞ് ഇതുപോലൊരു മേശയിലേക്ക് AKG ചമ്രം പടിഞ്ഞിരിക്കുന്നു. പാട്ട് തുടങ്ങുന്നു, പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ. അതാണ് ആദ്യത്തെ പൊതുവായ അവതരണം. ഇത് 5 മിനിറ്റ് കൊണ്ട് പാടി തുപ്പിക്കളയാവുന്ന ഒരു പാട്ടല്ല. ഈ കേരളം ഇനി വരാനിരിക്കുന്ന ദശാബ്ദങ്ങൾ ഏറ്റുപാടേണ്ട ഒരു പാട്ടാണ് എന്ന്. പാടുകയാണെൻ കരൾ, പോരാടുമെൻ കരങ്ങൾ, പോരാടുമെൻ കരങ്ങൾ എന്ന്. ഒരു ചില്ലയിൽ പ്രണയവും ഒരു ചില്ലയിൽ വിപ്ലവവും പൂക്കുന്ന ഒരു മരം. യഥാർത്ഥത്തിൽ പൊന്നരിവാൾ എന്നൊരു പാട്ട് ഇതാ ഇത്രയും വർഷം 52 ഡിസംബർ 6-ന് ചവറയിലെ തട്ടാശ്ശേരിയിലെ സുദർശനം തിയേറ്ററിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആ നാടകം തീർച്ചയായും ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ കോട്ടയത്തെ ഈ വേദിയിൽ നിന്ന് പാർട്ടി സമ്മേളനത്തിന്റെ സാംസ്കാരിക സദസ്സിന് തൊട്ടുമുമ്പായി വീണ്ടും കേൾക്കുമ്പോൾ തീർച്ചയായും ചരിത്രം അത് നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. കോട്ടയത്തെ ബെസ്റ്റ് ഹോട്ടലിൽ വെച്ചാണ് ഈ കേരളം കണ്ട, മലയാളം കണ്ട എക്കാലത്തെയും മഹത്തായ കോറസ് പിറന്നത്. ബലികുടീരങ്ങളെ എന്ന വരികൾ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികൾക്ക്, ജീവൻ പൊലിഞ്ഞ രക്തസാക്ഷികൾക്ക് എല്ലാ കാലത്തേക്കുമായി നിർമ്മിച്ച പാളയത്തെ രക്തസാക്ഷി മണ്ഡപം,
അജ്ഞാതനാമാക്കളായ രക്തസാക്ഷികൾക്ക് സമർപ്പിക്കപ്പെട്ട അതിൻ്റെ ആദ്യാവതരണ വേളയിൽ സാക്ഷാൽ രാജേന്ദ്രപ്രസാദ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ EMSന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിന് മുമ്പായി 60 പേർ ചേർന്ന് അവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. CS ഗോപാലപിള്ള അടക്കം. മുണ്ടശ്ശേരി ചെയർമാനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. വയലാറിനെ പാട്ടെഴുതാൻ ചുമതലപ്പെടുത്തുന്നു. കോട്ടയം ശ്രീനിയെ അതിൻ്റെ മുഖ്യ സംഘാടകനാക്കുന്നു. ബെസ്റ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പാട്ടെഴുത്ത് നടക്കുന്നു. ഇവിടെ വെച്ച് റിഹേഴ്സൽ നടക്കുന്നു. മലയാളത്തിലെ മഹാഗായകർ മുഴുവൻ KS ജോർജിനെ പോലെ, സുലോന ചേച്ചിയെ പോലെ, കവിയൂർ പൊന്നമ്മയെ പോലെ, അയിരൂർ സദാശിവനെ പോലെ, അന്ന് ചെറുപ്പക്കാരായിരുന്ന ചിലരടക്കം 10-60ഓളം പേർ ചേർന്ന് 1957 ആഗസ്റ്റ് 14 തീയതി പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പ് ഒരു പാട്ട് മാത്രമാണത്. പക്ഷേ ആ പാട്ടിന്റെ ആദ്യാവതരണം സത്യത്തിൽ നാടകത്തിൽ പറയാറുള്ളത് പോലെ ഡ്രമാറ്റിക് സൈലൻസ് എന്നത് ഒരു വലിയ കാതടപ്പിക്കുന്ന കരഘോഷമല്ല, ശ്മശാനത്തെക്കാളും ആ നിശബ്ദതയെക്കാളും ഭേദിക്കുന്ന ഒരു നിശബ്ദതയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ട എക്കാലത്തെയും മഹത്തായ ഒരു പാട്ടിന്റെ മുന്നിൽ ജനം നിശബ്ദരായി നിമിഷങ്ങൾ നിൽക്കുകയാണ്. പിന്നെ അറബിക്കടൽ ഇരമ്പി വരുന്നത് പോലുള്ള നിലയ്ക്കാനാവാത്ത, നിർത്താനാവാത്ത കരഘോഷം. ഇപ്പോഴും അറിയാതെ ബലികുടീരങ്ങളെ എന്ന പാട്ട് കേൾക്കുമ്പോൾ നാം എണീറ്റ് നിന്നു പോകുന്നത് ചരിത്രത്തെ, രാഷ്ട്രീയത്തെ, ജീവിതത്തെ എത്രമാത്രം എന്തൊക്കെ അഴുക്കുകൾ വന്നു നിറഞ്ഞാലും മാനിക്കുന്നവരാണ് മലയാളി സമൂഹം എന്നതിൻ്റെ കൂടി അടയാളമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വലിയ ധാരകളിലൂടെ സഞ്ചരിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ മലയാളിയെ അങ്ങനെ തോൽപ്പിക്കാനാവില്ല. ബലികുടീരങ്ങളെ പാടി വന്ന മലയാളിയെ പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക എന്ന് പാടി വന്ന മലയാളിയെ, ആശാനെ പോലൊരു കവി ജാതകത്തിൻ്റെയും ജാതിയുടെയും കുലമഹിമകളുടെയും തട്ടുയരങ്ങളിൽ മാത്രം വിഹരിച്ചിരുന്ന ഭൂമിയിലെ മനുഷ്യരുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ മുഴുവൻ, ജാതകത്തെ, ജാതിയെ, കുലമഹിമയെ, ആകാശത്തിലെ നക്ഷത്രങ്ങളും ഗോളങ്ങളും തീരുമാനിക്കുന്ന ജ്യോതിഷത്തെ സർവ്വതിനെയും നിരാകരിച്ചുകൊണ്ട്, നിരസിച്ചുകൊണ്ട് ചാത്തമ്പുലയനെ പ്രണയിക്കുന്ന സാവിത്രി, കരചരണങ്ങൾ ഛേദിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഉപഗുപ്തനു വേണ്ടി കാത്തിരിക്കുന്ന കുലവേശിയായ വാസവദത്ത, ഗ്രാമത്തിന് പുറത്തങ്ങ് വസിക്കുന്ന ചാമനായകൻ തന്റെ കിടാത്തിയായ തിരുവിഴ സാറിന് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഒരാദരവൊന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിരുവിഴ ജയശങ്കർ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട നമ്മുടെ നാടിൻ്റെ പുണ്യം, തിരുനക്കരയുടെ ആലിലകൾ പോലും തുടിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാസ്മരിക സംഗീതം, അതില്ലാതെ തിരുനക്കര ഉണ്ടാവില്ല, തിരുനക്കര അപ്പനും ഉണ്ടാവില്ല എന്നാണ് കോട്ടയത്തുകാർ പറയുന്നത്. നിരവധിയായ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് കോട്ടയത്തെ എന്നും അനുഗ്രഹിക്കുന്ന പ്രിയങ്കരനായ തിരുവിഴ 5 മണിക്ക് തന്നെ ഇവിടെ എത്തിയതാണ്. 7 മണിക്ക് അദ്ദേഹത്തെ വിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ക്ഷമിക്കണം, അല്പം നീണ്ടുപോയി. വളരെ സ്നേഹത്തോടു കൂടി ആദരണീയനായ തിരുവിഴയെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. കഥകളിയുടെ രംഗഭാഷ്യം താളമാണ്. ആ താളത്തിൽ ചെറുപ്രായത്തിൽ തന്നെ മിടുക്കൻ എന്ന് പേര് കേട്ട പ്രിയങ്കരനായ കുറൂർ വാസുദേവൻ നമ്പൂതിരി. ഞാൻ കഥകളി കാണാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ചെറിയ വാസുദേവൻ നമ്പൂതിരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിവന്ദ്യനായ പിതാവ് ഏറ്റവും നല്ല ഒരു കഥകളിക്കാരനായിരുന്നു, ചുവന്ന താടി അടക്കമുള്ള ധാരാളം വേഷങ്ങളിൽ. അങ്ങനെ ചെറുപ്പത്തിലെ മിടുക്കനായി വന്ന പ്രിയങ്കരനായ കുറൂർ വാസുദേവൻ നമ്പൂതിരി അവറകൾ, അദ്ദേഹവും 7 മണിക്ക് പോകണം നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. 2 മണിക്കൂറിലേറെ അദ്ദേഹം ഇവിടെ ഉണ്ട്. പ്രിയങ്കരനായ കുറൂർ വാസുദേവൻ നമ്പൂതിരിയെ വളരെ സ്നേഹത്തോടു കൂടി
നമ്മൾ ആദരിക്കുന്നു, അതിനായി ക്ഷണിക്കുന്നു. ആലപ്പി രഘുനാഥ് സാറും സുധാൻ ചേട്ടനൊക്കെ ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു. സംസാരം തുടരാം. ക്ഷമിക്കുക, ഇടപെടലിൽ നിന്ന് ക്ഷമിക്കുക. എന്തായാലും ഇത്രയും മുതിർന്ന കലാകാരന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് സമർപ്പിക്കുകയാണ്. പ്രധാനമായും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു അവസാന ഭാഗം എന്ന നിലയ്ക്ക്. അതുകൊണ്ട് എല്ലാ കാലത്തും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ അരങ്ങുകൾ കൊണ്ട്, ഈ കലാകാരന്മാരൊക്കെ കൊണ്ട് അവരെല്ലാം പങ്കാളികളാവുകയായിരുന്നു. നമ്മുടെ സമരഭൂമികളിൽ അറിയാമോ, 1943 മാർച്ച് 29 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സഖാവ് PC ജോഷിയും P സുന്ദരയും P കൃഷ്ണപിള്ളയും ചേർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്നുണ്ട്. കയ്യൂരിന്റെ മക്കളെ കാണാനാണ്. അവരെ ചെന്നിട്ട് സത്യത്തിൽ അവരെ ആശ്വസിപ്പിക്കാനാണ് PC ജോഷി ചെന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കയ്യൂരിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ അമ്മമാരോട്, സഹോദരിമാരോട്, നിങ്ങളുടെ എല്ലാ അമ്മയായ കയ്യൂരിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ 22, 24, 25 ഒക്കെ വയസ്സുള്ള ഈ 4 ചെറുപ്പക്കാർ, മഠത്തിൽ അപ്പു, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പൊടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കാൽ അബൂബക്കർ, അതിലൊരാളുടെ പേര് അബൂബക്കർ എന്നാണ്. ഇത് വളരെ പ്രസക്തമാണ്. ഈ യുവാക്കൾ പറയുകയാണ്, നിങ്ങൾ ചെന്ന് ഞങ്ങളുടെ അമ്മമാരോട് പറയൂ, ഞങ്ങളുടെ സഹോദരിമാരോട് പറയൂ, ഒരിക്കൽ കൂടി ജീവിക്കാൻ അവസരമുണ്ടായാൽ, പിറക്കാൻ അവസരമുണ്ടായാൽ, നാടുവാഴിത്വത്തിനും ജന്മിത്വത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ കൂടി കൊലക്കയർ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ചെന്ന് ഞങ്ങളുടെ എല്ലാ അമ്മയായ കയ്യൂരിനോട് പറയൂ. 43 മാർച്ച് 29 പുലർച്ചെ 5 മണിക്ക് വെള്ള കയറിയിട്ടില്ല. ഒരു പുരുഷാരം മുഴുവൻ, ആബാലവൃദ്ധൻ ജനങ്ങൾ മുഴുവൻ ഈ കയ്യൂർ ജയിലിന്റെ കാരാഗൃഹ ഭിത്തിക്ക് പുറത്ത് കാവൽ നിൽക്കുകയാണ് നിശബ്ദമായി. അവരുടെ മക്കളുടെ അവസാനത്തെ ശബ്ദമെങ്കിലും കേൾക്കാൻ കഴിയുമോ എന്ന് ആഗ്രഹിച്ച്. പറ്റില്ല. പക്ഷേ ആ ഇരുട്ടത്തൊരു റാന്തൽ വിളക്കിന്റെ വെട്ടത്തിൽ ആരാച്ചാരും ജയിലുദ്യോഗസ്ഥന്മാരും ചേർന്ന് കൊണ്ടുവരികയാണ് ഓരോരുത്തരെയായി തൂക്കിലേറ്റാൻ. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരിക്കൽ കൂടി ചോദ്യം, ഒറ്റ ഉത്തരം ഉണ്ട്. എന്താണ്? കരമൊഴിവായി ഭൂമി പതിച്ചു കിട്ടണമെന്നല്ല, ബന്ധുക്കൾക്കാർക്കെങ്കിലും തൊഴിൽ കൊടുക്കണമെന്നല്ല, മരിക്കുന്ന നിമിഷം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലക്കയറിൽ തൂങ്ങിപ്പിടയുന്ന നിമിഷം ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണണം. ഇൻകുലാബ് സിന്ദാബാദ്, ജന്മിത്വം നശിക്കട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ. പ്രാണഞരമ്പുകൾ ജീവന്റെ തിരുനാളം മങ്ങിപ്പൊലിയുന്നതുവരെ പിടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, മുറുകി പൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ മുദ്രാവാക്യം മുഴക്കിയിട്ട് അവസാനിക്കുകയാണ് ആ ധീര ജീവിതങ്ങൾ. സാധാരണ മനുഷ്യരെ, 10-12 ഭാഷകൾ അറിയാവുന്ന പണ്ഡിതന്മാരൊന്നുമല്ല, ദാരിദ്ര്യത്തിന്റെ, പട്ടിണിയുടെ അക്ഷരമാല മാത്രം പഠിച്ച ഈ സാധാരണ മനുഷ്യരെ വിശ്വസാഹിത്യ കൃതികളിലെ കഥാപാത്രങ്ങൾ പറയുന്നത് പോലുള്ള ഉജ്ജ്വലമായ ഈ പ്രഖ്യാപനങ്ങൾ നടത്താൻ ആരാണ് പഠിപ്പിച്ചത്? ആരാണ് പ്രേരിപ്പിച്ചത്? ആശയത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു രക്തപ്രവാഹമാണത്. അതാണ് കയ്യൂർ, അതാണ് കരിവള്ളൂർ, അതാണ് ഒഞ്ചിയം, അതാണ് പാടിക്കുന്ന്, അതാണ് തില്ലങ്കേരി, അതാണ് പുന്നപ്രയും വയലാറും. മരിച്ചു വീഴുന്ന നിമിഷം ഒരു ചെങ്കൊടിയുമായി മണ്ണിലേക്ക് ഒരു കുടം ചോരയുമായി കമിഴ്ന്നു വീഴുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല ഈ സമരം, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയാണ് എന്ന് ഒരു സാധാരണ ചെത്തുതൊഴിലാളിക്ക് വിളിച്ചു പറയാൻ പോന്ന രാഷ്ട്രീയ ബോധം, അതൊരു തുള്ളി കവിതയാണ്. അത് വിളിച്ചു പറയുന്ന മനുഷ്യരെ സൃഷ്ടിച്ചു എന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീവിത മണ്ഡലങ്ങളിലുള്ള ഇടപെടലിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് അലങ്കോലപ്പെടുത്താൻ,
നാം ഈ കേരളത്തെ മാറ്റി തീർത്തിട്ടുണ്ട്. സഖാവ് സുരേഷ് കുറുപ്പ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. 1957 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമെന്നല്ല പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ വിലയിരുത്തിയത്. ആന്ധ്രയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ വരിക എന്നാണ്. കേരളത്തിൽ ഒരുപക്ഷെ ജയിക്കാൻ ഇടയില്ല എന്ന് തന്നെയായിരുന്നു. ആദ്യത്തെ പട്ടിക പുറത്തിറങ്ങുമ്പോൾ EMS അതിൽ സ്ഥാനാർത്ഥിയേ ആയിരുന്നില്ല. പിന്നീട് നീലേശ്വരമാണ് EMSന് വേണ്ടി കണ്ടുവച്ചത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ EMS മത്സരിച്ചത് പട്ടാമ്പിയിലാണ്, പിന്നീട് ഒരിക്കൽ മലമ്പുഴയിലും. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ EMS മത്സരിക്കണമെന്ന് പിന്നീട് തീരുമാനിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ്. ഒരു കാര്യം ബോധ്യമായത്, ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ബോധത്തിന്റെ, സാംസ്കാരിക ബോധത്തിന്റെ, ആശയത്തിന്റെ തപിക്കുന്ന ഒരു അടിസ്ഥാനം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ ആർക്കും കാണാവുന്നതായിരുന്നില്ല. 1957 ഏപ്രിൽ 5 ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുകയാണ്. 3 അടിക്കല്ലുകളിലായി പുതിയ കേരളത്തെ, ഐക്യ കേരളത്തെ പുതുക്കിപ്പണിയുകയാണ്. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ, വിദ്യാഭ്യാസ ബന്ധ നിയമത്തിലൂടെ, അധികാര വികേന്ദ്രീകരണത്തിന്റെ തുടക്കത്തിലൂടെ അത് മുന്നേറുകയാണ്. ആ മുന്നേറ്റമാണ് പിന്നീട് ഓരോരോ ഘട്ടങ്ങളിലായി. എപ്പോഴൊക്കെ ഇടതുപക്ഷം ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ, പ്രത്യേകിച്ച് അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2016 മുതൽ നടന്ന ഈ 5 വർഷത്തെ ഭരണത്തിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷം നയിക്കുന്ന ഒരു ഗവൺമെന്റിന് തുടർച്ച ലഭിക്കുകയാണ്. അത് വീണ്ടും ജനങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും വികസനത്തിന്റെ വെളിച്ചം എത്തിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഒരു ശുഭപ്രതീക്ഷാ മുനമ്പായി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നിടത്താണ് നാം കാണേണ്ടത്. ആ മുന്നേറ്റത്തെ ത്വരിതപ്പെടുത്തുക. 23-ാം പാർട്ടി കോൺഗ്രസ് അതാണ് ആഹ്വാനം ചെയ്യാനിരിക്കുന്നത്. മതാധിപത്യ ശക്തികളുടെ ഭീകര ഭരണത്തിൽ നിന്നും പാവപ്പെട്ട സ്ത്രീകളെ നഗ്നരാക്കി ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന, കാലിൽ ചെരുപ്പിട്ട് നടക്കുന്ന, അധസ്ഥിതനെ കാല് പൊള്ളിക്കുന്ന, തെരുവിൽ പരസ്യമായി നടന്നു വരുന്ന ഒരാളെ കയ്യിലൊരു പശു ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ പശുക്കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ് ജനക്കൂട്ടം വെട്ടിക്കൊല്ലുന്ന ഒരു വെള്ളരിക്ക പട്ടണമാക്കി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ മതനിരപേക്ഷ വ്യവസ്ഥ, അംബേദ്കർ വിഭാവനം ചെയ്യുന്ന ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇന്ത്യയെ വീണ്ടും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തുടരണമെന്നാണ് CPIM അതിന്റെ പാർട്ടി കോൺഗ്രസിലൂടെ, അതിനുവേണ്ടി സഖ്യശക്തികളെ, അതിനുവേണ്ടി മുഴുവൻ മനുഷ്യരെയും ഉണർത്തുക. നമ്മൾ എല്ലാ കാലത്തും പറയും, ഞാൻ കവിതയിലും എഴുതിയിട്ടുണ്ട്, ഓർക്കൂ സഖാവേ സഹോദര നാം കേട്ട ദീർഘമുദ്രാവാക്യം, തോൽക്കയില്ല തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം എന്നൊക്കെ. പക്ഷെ എല്ലാ സമരങ്ങളും അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അപ്പോൾ തോൽക്കുക തന്നെയായിരുന്നു. അതിൻ്റെ ഡിമാൻഡിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സമരം, അത് ഉയർത്തുന്ന ആദ്യ നാളിൽ ഏത് ഡിമാൻഡാണോ മുന്നോട്ട് വെച്ചത് ആ ഡിമാൻഡുകൾ പൂർണ്ണമായും അംഗീകരിച്ച് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം തിരിച്ചു കുടിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുന്ന, കർഷക പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ വഴി വിമോചനത്തിന്റെ ഒരു വലിയ വേലിയേറ്റം സൃഷ്ടിക്കാൻ പോകുന്ന, ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കാലം സമാഗതമായിരിക്കുന്നു. ഈ കാലത്ത് കേരളത്തിനാണ് ഏറ്റവും വലിയ കടമ. ഇതാണ് ശുഭപ്രതീക്ഷാ മുനമ്പ്. ഇന്ത്യയിൽ എങ്ങുമുള്ള മതനിരപേക്ഷവാദികൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക്, ജനാധിപത്യവാദികൾക്ക്, അതിലും വിശിഷ്യ കലാകാരന്മാർക്ക് ഏത് രംഗം എഴുതണം, ഏത് പാട്ട് പാടണം, ഏത് കവിത പറയണം, ഏത് കവിത എഴുതണം, ഏത് നാടകം കളിക്കണം, എല്ലാറ്റിലും മുട്ടൻ മുളവടിയുമായി വന്നിട്ട് ആൾക്കൂട്ടം ഇടപെടുന്ന ഒരു കാലത്ത് സത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി, ശബ്ദമുയർത്താനുള്ള അവകാശത്തിന് വേണ്ടി സംസാരിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വേണം, ഇടതുപക്ഷം ഇവിടെ വേണം. അത് ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാനപരമായ ആശയ സാംസ്കാരിക ധാരകൾ ശക്തിപ്പെടണം. മതേതരത്വവും ജനാധിപത്യവും വീണ്ടും ഉയർന്നു പുഷ്പിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പ്രയത്നങ്ങളെല്ലാം സമരങ്ങൾ പോലെ എത്ര കലാകാരന്മാരാണ് വിട്ടുപിരിഞ്ഞത്. അപ്സരസാണ് എൻ്റെ ഡസ്റ്റമൺ,
സാംബശിവൻ സാർ. എത്രയെത്ര കലാകാരന്മാരാണ് അരങ്ങിൽ ചുമച്ചു തുപ്പി മരിച്ചുപോയ എത്രയെത്ര നടന്മാരാണ്, പാട്ടുകാരാണ്, പാടുമ്പോൾ തൊണ്ടപൊട്ടി ചോര തുപ്പിയ എത്രയെത്ര കലാകാരന്മാരാണ്. വെടികൊണ്ട് വീണവരെ പോലെ, തൂക്കിലേറ്റ് വീണവരെ പോലെ വിശപ്പും രോഗങ്ങളും മാത്രം തുണയാക്കിയിട്ട് അനാരോഗ്യത്തിനും രോഗങ്ങൾക്കും ദാരിദ്ര്യത്തിനും ജീവിതം തീറ്റയായി എറിഞ്ഞെടുത്തുകൊണ്ട് ഈ ചെങ്കൊടിക്ക് കീഴിൽ നിവർന്നു നിന്ന എത്രയെത്ര മനുഷ്യരാണ്. അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഇനിയും ഇന്ത്യയിൽ പുലരേണ്ടത്. ആ മഹത്തായ പോരാട്ടത്തിനായുള്ള മുന്നേറ്റത്തിൽ ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് 30 വർഷം മുമ്പ് ഞാൻ എഴുതിയൊരു ഗീതത്തിലെ വെറും 4 വരികൾ ചൊല്ലിക്കൊണ്ടാണ്. ഒരു ധീര സ്വപ്നം. തടവറയ്ക്കുള്ളിൽ തുടയെല്ലുപൊട്ടി തകരുന്ന നേരമെന്നച്ഛൻ കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം. മകനെ നിനക്കീ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യസ്വപ്നം അനുവദിക്കില്ല ഞാൻ അതു കട്ടെടുക്കുവാൻ. ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം, ഹൃദയത്തിൽ വേരുള്ള സ്വപ്നം, കുട നിവർത്തും സ്വപ്നവൃക്ഷം. തടവറയ്ക്കുള്ളിൽ തുടയെല്ലുപൊട്ടി തകരുന്ന നേരമെന്നച്ഛൻ കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം. മകനെ നിനക്കീ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യസ്വപ്നം, ഇന്ത്യ പുലരുമെന്നൊരു സത്യസ്വപ്നം. നന്ദി. അഭിവാദനങ്ങൾ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു.